കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് 64-ൽ ഇറങ്ങിപ്പോകാൻ ധൈര്യം കാണിച്ച 32 അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അത് ചെറിയൊരു സംഗതിയല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വൈകാരികമായ ബന്ധങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ താൻ നൽകിയ അസാധാരണമായ സംഭാവനകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, പാർട്ടിക്ക് വേണ്ടി നൽകിയ ത്യാഗങ്ങളുടെ ഓർമ്മകൾ, ഒളിവിലും തെളിവിലുള്ള ജീവിതത്തിൻ്റെ ഓർമ്മകൾ, പാർട്ടി എന്ന് പറയുന്നത് ജീവൻ തന്നെയായ നിമിഷങ്ങളെക്കുറിച്ച് ഓർമ്മകൾ, ആ ഒരു വൈകാരികമായ അസാധാരണമായ ബന്ധങ്ങളുള്ളൊരു പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി സന്ദർഭങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. എത്ര ആളുകളുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ VS ഇപ്പോൾ സമീപകാലത്ത് 80കൾ മുതൽ നോക്കിയാൽ പോലും MVR അടക്കമുള്ള ആളുകൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. EMSനോട് പോലും ചില സന്ദർഭങ്ങൾ അദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുണ്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയ എന്താ പറയുക സമരങ്ങളിലും സംഘർഷങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഇതൊക്കെ മെയിനായിട്ട് നമുക്ക് കാണുന്നത് നിലപാടുകളിലുള്ള അടിയുറച്ച ഒരു നിലപാടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കേരളീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളുടെ ഇടതുപക്ഷ രാഷ്ട്രീയ പാരമ്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ മുഴുവൻ തുരങ്കം വയ്ക്കുന്ന ഈ നിയോ ലിബറൽ പൊളിറ്റിക്കൽ കൾച്ചറിനോട് ഒരു കാരണവശാലും VS യോജിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. നിർഭാഗ്യവശാൽ ആ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള സംഗതി. വേറൊന്നുകൂടി ഉണ്ട്. വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ ആഗ്രഹിച്ചത്, ഇപ്പം ആ നിയോ ലിബറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ ആളുകളാണ് VSനോട് പറഞ്ഞത്, നിങ്ങൾ പിന്നെ പാർട്ടി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞാൽ ബക്കറ്റിലെ തിരപോലെയായി പോകുമെന്ന് പറയുന്നു. അപ്പോൾ ബക്കറ്റിലെ തിരപോലെയാണോ ഈ VSൻ്റെ ഈ കൂടെ നിൽക്കുന്ന അനുയായികൾ, ഈ മഹാജനങ്ങൾ എന്നുള്ളത് അദ്ദേഹം കൂടി ആലോചിക്കണം. ഈ പറഞ്ഞ ആൾ ആലോചിക്കേണ്ടതാണ്. ബക്കറ്റിലെ തിലമാരയാണോ കാണുന്നത്, ഒരു മഹാസാഗരത്തിൻ്റെ ഗർജനമാണോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അവരാലോചിക്കണം.